നമസ്കാരം. കേരളത്തിലെ ഒരു പ്രധാന ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ചർച്ച എന്ന് പറയുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരു വനിതയെ കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വേണ്ടി സർക്കാർ ചെലവിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ കൊണ്ടു നടന്ന് ആഘോഷിച്ചു എന്നുള്ളതാണ്. എന്നിട്ടിപ്പോൾ വകുപ്പ് മന്ത്രി പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നത് അവർ ചാരവനിതയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വളരെ നിഷ്കളങ്കമായി ധാരാളം വ്ളോഗർമാരെ ഇങ്ങനെ ടൂറിസം പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. പക്ഷേ അങ്ങനെ കൊണ്ടുവന്ന ഈ ഒരാള് ചാരപ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തൊരു നിഷ്കളങ്കമായ ഒരു വാദമാണ് മന്ത്രി നിർവഹിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരോളം നിഷ്കളങ്കർ ലോകത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാളെ സർക്കാർ കാര്യത്തിന്റെ പ്രത്യേകിച്ച് ഔദ്യോഗിക ഒരു പരിപാടിയിൽ കേവലം വന്ന് ഒരു സ്വീകരണം നൽകി വിടുന്നത് മാത്രമല്ലല്ലോ, സർക്കാർ പരിപാടിക്ക് വേണ്ടി പ്രമോഷൻ നടത്താൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം വാടക കൊടുത്ത്, എന്ന് വെച്ചാൽ അവർക്ക് കൂലി കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും ചെലവഴിച്ച് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരെ കൊണ്ടു നടന്ന് ആഘോഷിച്ച് അവര് ഇപ്പോൾ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ് എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ കൈമലർത്തുകയാണ് ഒരു സംസ്ഥാന മന്ത്രി. അങ്ങനെ ഒന്നും അറിയാത്ത, ആരെയും അറിയാത്ത ആൾക്കാർ, ഇവരാരാണ്, എന്താണ്, എവിടുന്നുള്ളവരാണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ, ഇവരുടെ വെയർഹൗസ് ഒന്നും അറിയാതെ ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ആഘോഷിക്കുന്നതാണ് ഒരു സർക്കാരിന്റെ. പിന്നെ ഇവർക്ക് എന്തിനാണ് പോലീസ് സംവിധാനം? ഇവർക്ക് എന്തിനാണ് ഇന്റലിജൻസ് വിഭാഗം? എന്തിനാണ്? ഒരു സർക്കാരിന്റെ അധികാരം മുഴുവൻ കയ്യിലുണ്ടല്ലോ. ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് കൂടി ഇതൊന്നും അന്വേഷിക്കാതെ എവിടെയോ കിടന്ന ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവരെ കൊണ്ടു നടന്ന് ആഘോഷിച്ച് അതിന്റെ പേരിൽ എത്രയോ രൂപ ഈ വകുപ്പിലുള്ള പലരും തട്ടിയെടുത്തിട്ടുണ്ടാവും എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ തട്ടിയെടുത്ത് സർക്കാരിന്റെ പൈസ നഷ്ടപ്പെടുത്തും, എന്ന് വെച്ചാൽ ജനങ്ങളുടെ പൈസ സമ്പത്ത് നശിപ്പിച്ച് കളയുകയും ഒപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഒരാളെ കൂലി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഈ കേരള സർക്കാരിന്റെ ഒരു പ്രമോഷൻ നടത്തേണ്ട ഗതികേട് വന്നു എങ്കിൽ, ഞാൻ ആ വകുപ്പ് മന്ത്രിയുടെ പേര് പറയാത്തത് ഒരു അർപ്പമുള്ളത് കൊണ്ടാണ്. തന്നെയല്ല, കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ സംബന്ധിച്ച് അയാൾ ഏത് പേരിൽക്കാരനായാലും എക്സ് ഓർ വൈ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പേരേതാണെങ്കിലും അവരുടെയൊക്കെ സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് അത്തരം ഒരു മന്ത്രി ഇപ്പൊ ചോദിക്കുന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു, അവരൊരു വ്ളോഗറാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്, ഞങ്ങൾ നിഷ്കളങ്കമായി അവരെ ക്ഷണിച്ചതാണെന്ന്. കമ്മ്യൂണിസ്റ്റുകാരോളം നിഷ്കളങ്കർ ലോകത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടാൽ ഇത്രയും ശുദ്ധ പാവങ്ങള്, ശുദ്ധ വിഡ്ഢികൾ എന്ന് വേണമെങ്കിലും പറയാം, ശുദ്ധ പാവങ്ങൾ ഇങ്ങനെ ലോകത്ത് മറ്റാരും ഇല്ല എന്ന മട്ടിലാണ്. അത്ര നിഷ്കളങ്കരൊന്നും അല്ല കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അവർ ഇതിനു മുൻപും ഇതുപോലത്തെ കാര്യങ്ങൾ, ഇത്തരം പണികൾ ചെയ്യുന്ന രാജ്യവിരുദ്ധരെ കൊണ്ടു നടന്ന് ആഘോഷിക്കുക, ദേശീയ വിരുദ്ധരെ ആഘോഷിക്കുക, ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടത്തുന്നത് രണ്ടു കൂട്ടരാ. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരും, രണ്ട് വർഗീയവാദികളും തീവ്രവാദികളും. ഈ രണ്ടു കൂട്ടരാണ് ഈ രാജ്യവിരുദ്ധത ആഘോഷിക്കുന്നത്, ദേശവിരുദ്ധതയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ടു നടക്കുന്നത് ഈ രണ്ടു കൂട്ടരാണ്. ഇത് ആദ്യത്തെ കാര്യമല്ല. മന്ത്രി റിയാസ് പറയുന്നത് കേട്ടാൽ തോന്നുക ഇതാദ്യമായി നടക്കുന്ന ഒരു ഏർപ്പാടാണെന്നാണ്. നിഷ്കളങ്കമായി അറിയാതെ ചെയ്തു പോയ ഒരു നല്ല കാര്യത്തിനെ ഇങ്ങനെ വിമർശിക്കാവോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല ഈ കാര്യം. ഞാൻ വേറൊരു കാര്യം പറയാം. കുറച്ചു വർഷം മുന്നേ കാലിക്കറ്റ് സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന് ഒരു കവിത പഠിക്കുവാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തു. അത് വലിയ വിവാദമായി. ആ കവിത ഉൾപ്പെടുത്തിയതിന്, പാഠഭാഗത്തിൽ ചേർത്തതിന് വലിയ വിവാദമായി. എന്തായിരുന്നു കാര്യം? ആരുടെ ആയിരുന്നു കവിത? ഭീകരവാദ പ്രവർത്തനത്തിന് ഗ്വാണ്ടിനാമോ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു അൽ-ഖ്വയ്ദ അതോ താലിബാൻ ഭീകരവാദി ഇബ്രാഹിം സുലൈമാൻ അൽ റുബൈഷ് എന്ന് പറയുന്ന ആളിന്റെ കവിത. അയാൾ ജയിലിൽ കിടക്കുകയാണ്, ഭീകരവാദത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. അയാൾ ഭീകരവാദിയാണോ എന്ന് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നൊന്നുമല്ല. അയാൾ ജയിലിൽ കിടക്കവേ തന്നെ, ഭീകരവാദത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കവേ തന്നെ അയാളുടെ കവിത കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠഭാഗത്തിൽ പെടുത്തിയെങ്കിൽ നിഷ്കളങ്കമായിട്ടല്ലല്ലോ. രണ്ടു കൂട്ടരും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ തരം ഭീകരവാദികളെയും രാജ്യദ്രോഹികളെയും ആഘോഷിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന തീവ്രവാദി വർഗീയവാദി വിഭാഗങ്ങളുമാണ് കേരളത്തിലേത്.
അതുകൊണ്ട് ഇതാദ്യമല്ല എന്നർത്ഥം. മുമ്പ് എപ്പോഴാണ്, എത്രയോ വർഷങ്ങളായി ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത്, അതും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, നായനാർ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുന്ന മദനിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന് വാളയാർ മുതൽ തിരുവനന്തപുരം വരെ വലിയ ആനയും അമ്പാരിയുമായി സ്വീകരിച്ചു കൊണ്ട് നടന്ന് തോളത്ത് കയറ്റി നിർത്തി ആഘോഷിച്ചത് എന്തിനാണ്? ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരായിരുന്നല്ലോ. ഈ പറയുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇടത്തും വലത്തും നിന്ന് കാവൽ നിന്നിട്ട് കൊണ്ടുവന്നത് മദനിയെ പിന്നെ ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനായിരുന്നു ജയിലിൽ കിടന്നത്. എത്രയോ പേരെ കൊന്ന ബോംബ് സ്ഫോടനത്തിലെ കേസിലെ പല കേസിലെ പ്രതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അറിയാതെയല്ല, അബദ്ധവശാലും അല്ല എന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് അവർ. ഇന്നിപ്പം പിന്നെ MA ബേബി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടല്ലോ, ഗാസയ്ക്ക് വേണ്ടി മൗനവ്രതം ആചരിക്കുമെന്നാണ് പറയുന്നത്. മൊബൈലും മറ്റെല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്ത് അരമണിക്കൂർ ഐക്യദാർഢ്യം. പഹൽഗാമില് ഭീകരവാദികൾ നമ്മുടെ സഹോദരങ്ങളെ, ഭാരതത്തിന്റെ മക്കളെ മതം നോക്കി അവരുടെ ശരീര പരിശോധന നടത്തി ഇവർ മതവിശ്വാസിയല്ല, ഇസ്ലാം മതവിശ്വാസിയല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വെടിവെച്ച് കൊന്ന വേളയിൽ, ആ ക്രൂരമായ ആക്രമണം അനേകം പേരെ കൊന്ന ആ വേളയിൽ ഒരു മൗനവ്രതം ആചരിക്കാത്ത, അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത്? ഗാസയ്ക്ക് വേണ്ടി അവർ കരയാം, പക്ഷെ അവരെന്തുകൊണ്ട് സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി കരഞ്ഞില്ല? അവരെന്തുകൊണ്ട് സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല? അവരപ്പോൾ ഭീകരവാദികളുടെ കൂടെയായിരുന്നു, പാകിസ്ഥാൻ ഭീകരവാദികളുടെ കൂടെയായിരുന്നു. അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും രാജ്യദ്രോഹികളോടൊപ്പമാണ്. അവർ തന്നെ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 1962 ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചത് ചൈനയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ടായിരുന്നു. ചൈനീസ് ചാരന്മാരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഭാരതത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ. അപ്പൊ ഇവർക്ക് ചാരപ്പണി പണ്ടേ, രാജ്യദ്രോഹം പ്രവർത്തനം പണ്ടേ ഉള്ളതാണ് എന്നർത്ഥം. അവർ ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തിയിട്ടുണ്ട്, അവർ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയിട്ടുണ്ട്, അവർ സോവിയറ്റ് യൂണിയന് വേണ്ടി ചാരപ്പണി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ പണി ചെയ്യാൻ പറ്റുന്നില്ല എന്നും മാത്രം. അപ്പൊ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തുന്നവരെ നടന്ന് ആഘോഷിക്കുകയാണ് പിന്നെ ചെയ്യാവുന്ന കാര്യം. ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാര് വിശ്വസിച്ചുകൊണ്ട് ഈ നാട്ടിൽ ആൾക്കാർ, സാധാരണ ജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്വബോധം നഷ്ടപ്പെടാത്തവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളും ഈ രാജ്യദ്രോഹത്തിനൊപ്പമാണ്. നിങ്ങൾ ഈ രാജ്യദ്രോഹികൾക്കാണ് പിന്തുണ കൊടുക്കുന്നത്, നിങ്ങൾ ഈ ദേശീയ വിരുദ്ധർക്കാണ് പിന്തുണ കൊടുക്കുന്നത്, നിങ്ങൾ ഭാരതത്തെ ആക്രമിച്ച ഭീകരവാദികൾക്കാണ് പിന്തുണ കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം എന്ന ചരിത്രം നിങ്ങൾ തിരിച്ചറിയണം. ഇത് കേരളത്തിലെ സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അറിയാതെ അവർക്ക് പറ്റിയ അബദ്ധമല്ല എന്ന് ഓർക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.